ഇൻഡോ അമേരിക്കൻ വാണിജ്യ വ്യാപാര കരാറിലെ കർഷക വിരുദ്ധ നിലപാടുകൾക്കും കേന്ദ്ര ബഡ്ജറ്റിലെ കർഷക വിരുദ്ധ സമീപനങ്ങൾക്കുമെതിരെ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ മണ്ഡലം കേന്ദ്രങ്ങളിൽ കർഷക പ്രതിഷേധ സഹായാഗ്രഹ ധർണ സംഘടിപ്പിച്ചു. അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനച്ചിവിളയിൽ നടന്ന ധർണ സമരം കിസാൻ സഭ കൊല്ലം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ലെനു ജമാൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകർക്ക് കാർഷിക വൃത്തി അപ്രാപ്യമാകുന്ന നിലയിൽ നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ കാർഷിക വികസനത്തിനാണ് കേന്ദ്ര ബഡ്ജറ്റ് ഊന്നൽ നൽകിയിരിക്കുന്നത്. ഇതുവഴി പാരമ്പര്യ കൃഷിക്കാർ കാർഷിക മേഖലയിൽ നിന്നും പുറത്താകും. കാർഷിക രംഗത്ത് കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റത്തിന് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാവുന്നതുപോലെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രശ്നങ്ങൾ, ആ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായ സമരപരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. ഇന്ന് കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാർഷിക വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഇതുപോലെ സായാഹ്ന ധർണകൾ, പ്രകടനങ്ങളുമൊക്കെയായി സമര പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ജോർജ് ലൂക്കോസ് സാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കാർഷിക മേഖലയെ വലിയ തോതിൽ ബാധിക്കാവുന്ന, നമ്മുടെ കാർഷിക സമ്പത്തിനെ തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാൻ കഴിയുന്ന നിലയിലുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വളരെ പ്രസക്തമായ രണ്ട് വിഷയങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഇന്ത്യയിലെ കാർഷിക വളർച്ച 4.6% നിന്നും 2025-26 3.1% ഇടിഞ്ഞു. വളം സബ്സിഡി 8.4% വെട്ടിക്കുറച്ചത് വഴി വളത്തിന്റെ വില വർധനയ്ക്കും ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നതിനും ഇടയാക്കും. കേന്ദ്ര ബജറ്റിൽ കാർഷിക വായ്പ പലിശ സബ്സിഡിക്ക് അധിക തുക വകയിരുത്തിയിട്ടുമില്ല. ഇതിനു പുറമെയാണ് ഇൻഡോ അമേരിക്കൻ വാണിജ്യ വ്യാപാര കരാർ വഴി അമേരിക്കൻ അഗ്രി ബിസിനസ്സുകാർ ഇന്ത്യൻ കാർഷിക കമ്പോളം കൈയടക്കാൻ അവസരം ഒരുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കിസാൻ സഭ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സോമരാജൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി ഡോക്ടർ ജോർജ് ലൂക്കോസ്, ഡോക്ടർ അലക്സാണ്ടർ കോശി, വി മുരളി ജ്യോതി വിശ്വനാഥ്, പി ജയകുമാർ, അരുൺ ചന്ദ്രശേഖർ, ആർ കുട്ടൻപിള്ള, പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു.